എങ്ങനെ പോണിപ്പോ? ക്ലാസ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എടുക്കുന്ന ആള് ഇവനായോണ്ട് ഒരു ചെറിയ കുഴപ്പമുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ എന്റെ പൊന്നാൻറ്റി ഇവള് പറഞ്ഞ കാര്യാക്കണ്ട. ഞാൻ എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എടുക്കുന്ന. പിന്നെ ക്ലാസ് എടുക്കുമ്പോ ഇതാ അനുവർച്ചനും ഇത് രണ്ടും കൂടി തുടങ്ങും സംസാരം. ആന്റി ഒന്ന് ചിന്തിച്ചോക്ക, ഈ ക്ലാസ് മനസ്സിലാവാതിരിക്കുമ്പോഴല്ലേ നമ്മൾ സംസാരിക്കുക. ഇതിപ്പോ മിക്കവാറും അടിയിൽ അവസാനിക്കുള്ളൂ. അതെ, ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല, പറഞ്ഞതങ്ങ് തിരിച്ചെടുത്തേക്ക്. ഇത് മിക്കവാറും അടിയിൽ തന്നെ അവസാനിക്കുള്ളൂ. നിങ്ങൾ കഴിക്കാൻ നോക്ക്. പിന്നെ അർജുനെ, അനൂക്ക് വല്ല ചുറ്റിക്കളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. ആ, നല്ല ബെസ്റ്റ് ആളോടാ പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കും. അതിനമ്മ കാര്യം നോക്കാനാ. ഇങ്ങനെയൊക്കെ പറയുന്നവർക്കാവും ആദ്യം ഉണ്ടാവല്. ഇവൾ ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവൾ എസ് പറഞ്ഞിട്ടില്ല. അല്ലേ അനു? അവൾക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ലാതെ പറയാറുണ്ടോ അവള്? എനിക്ക് പിന്നെ മക്കളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോ അതിനൊന്നും പോവരുത്, നിങ്ങളിപ്പോ നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് ഒരു നിലയിലെത്തിയാല് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ നമ്മൾ നടത്തി കൊടുക്കും. ശരിക്കും നമുക്ക് കുഴപ്പമില്ല. എന്താപ്പോ അവളെ സന്തോഷം നോക്ക്. എന്റെ വയസ്സിങ്ങനെ വരാൻ കാത്തില്ലേ? അല്ല അങ്ങനല്ല, അമ്മ ചോദിച്ചപ്പോ പറഞ്ഞല്ലേ. മതി മതി മതി, നിർത്തിക്കാളാ. ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോയ്ക്ക്. ആന്റിക്ക് അനുവിനെ കെട്ടാൻ പോകുന്ന ആള് എങ്ങനത്തെ ഒരാളായിരിക്കണം എന്നാണ് ആഗ്രഹം? ഇവനെന്തിനാ ഇതിപ്പോ ചോദിക്കുന്ന? നമുക്ക് ഡൗട്ട് കൊടുങ്ങൂലേ? അല്ല, അത് അവളെ ഇഷ്ടം പോലെ കിട്ടട്ടെ, അവളല്ലേ ജീവിക്കണ്ടേ. അല്ല, അത്രക്കൊന്നുമില്ല. ഇതാരാ വിളിക്കുന്നത്? അമ്മ. ഹലോ. ഇങ്ങനെ ഒരു അമ്മ എനിക്ക് ജീവിച്ചിരിക്കണെന്നുള്ള കാര്യം എനിക്ക് അറിയോ? എന്റെ പൊന്നമ്മ, നിങ്ങൾക്ക് അറിയുന്നല്ലേ ഞാൻ ജോലിക്ക് വേണ്ടി വന്നതാന്ന്. പോരാത്തതിന് എന്നു രാത്രി ഞാൻ വിളിക്കാറുമുണ്ട്. പക്ഷെ നീയല്ലേ പറഞ്ഞേ ഞായറാഴ്ച വരുമെന്ന്. ഇന്ന് ഞായറാഴ്ച അല്ലേ, എന്താ വരാത്തെ? എന്റെ പൊന്നമ്മ, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോന്നേ. എന്റെ ഫ്രണ്ടിന് ഒരു സർപ്രൈസ് കൊടുക്കാണ്ടായിരുന്നു, അതിനു വേണ്ടി വന്നതാന്ന്. ഇപ്പൊ നിനക്ക് എന്നെ ഒന്നും പറ്റൂല, നിനക്ക് നിന്റെ ഫ്രണ്ട്സാളല്ലേ പറ്റൂ. എന്റെ പൊന്നമ്മ, ഇത് ഞാൻ ഇന്ന് തന്നെ വരാവേ, ഒന്ന് മിണ്ടാതിരിക്കി. അങ്ങനെ വഴിക്ക് വാ. എന്നാ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ശരി എന്നാ. എന്റെ പൊന്നോ, ഇതിപ്പോ എത്ര പൊന്നമ്മ വിളിച്ച്. എന്റെ അമ്മ പൊന്നല്ലേ. ഡി പെണ്ണേ, ഞാൻ ഇറങ്ങാടേ. ഇപ്പൊ തന്നെ പോവാണോ? എനിക്ക് അമ്മന്റെ അടുത്തൊക്കെ ഒന്ന് പോണം. ശരി എന്നാ. വെറും ഒരു ശരി മാത്രമേ ഉള്ളൂ? പിന്നെന്താ വേണ്ടേ? കൊണ്ടാ. എന്ത്? കിസ്. അതൊക്കെ വേണം. കൊണ്ടറി. ഇവോട് നിന്നോട് പറയും കൂടി വരാൻ പറഞ്ഞു. ഞാനിങ്ങനെ പോയപ്പോ കൊറേ വന്നു കരച്ചു, അതിന് നിനക്കെന്താ? ഞാൻ പോവാണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ വരട്ടെ. ഞാൻ അങ്ങോട്ട് പോവാ. വേണ്ട, മൂഡ് പോയി. എന്നാ ഞാൻ വിട്ട്, നാളെ കാണാം. ഓക്കെ, നിനക്ക് ഞാൻ തരാടി നാറി. നല്ലൊരു മൊമെന്റ്സ് അല്ലേ നീ കൊണ്ടേ കളഞ്ഞ് പട്ടി. ഒരു കയ്യബദ്ധം ഇനി ആവർത്തിക്കില്ല. ആവർത്തിക്കാതിരുന്നാ നിനക്ക് കൊള്ളാം. എന്നാ ഞാൻ വിട്ടെ, എന്റെ ബോയ് ഫ്രണ്ട് അവിടെ വെയിറ്റിംഗിലാ. എന്തോന്ന്? നീ എവിടെയും പോവില്ല, നീ ഇവിടെ നിൽക്കും. ബൈ. ഇനി നല്ലൊരു റൊമാൻറ്റിക് സോങ്
ഈ അമ്മക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് പോവുമല്ലത്. നല്ല ഫീലായി വരികയായിരുന്നു, കോളാക്കി. ഹലോ. അല്ലടാ, നീ എവിടുക്കായി പോകുന്ന? ഞാൻ വീട്ടുക്കല്ലേ വരണേ, ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? വീട്ടിൽ തന്നെ ആവൂലേ? ഇതിടണ്ട പേരന്റെ മുറ്റത്ത് കൂടെ ഒരു വണ്ടിയാണ് മറ്റേ ഇത് പോകണവര് പോയത്, അത് അറിയിച്ചല്ലേ? ഞാനാ? അല്ല, അതേതാ സ്ഥലോ? ഇതേതാ റോഡ്? ഇത് മറ്റേ റോഡെത്തി. ഇതിന് മുന്നിലേ ഞാൻ എൻ്റെ വീട്. ഭയങ്കര ബോധല്ലേ? നീ ഇങ്ങോട്ട് വീട്ടിക്ക് വാ. ഇങ്ങനെ പോയ എവിടെയെങ്കിലും വന്ന് ഇടിച്ച ആരെങ്കിലും അറിയോ? ഞാൻ അവിടെ പുറത്ത് വന്ന് ഇരുന്നോണ്ട് കണ്ട് എനിക്ക് അങ്ങനെ പോയിന്ന്. അത് ഞാൻ മനഃപൂർവ്വം പോയത് നിങ്ങളൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഏപ്രിൽ ഫൂൾ. ജൂണിലാണ് ഏപ്രിൽ ഫുള്. ഇപ്പൊ അത് ഏപ്രിൽ അല്ലേ? അവിടെ ഞങ്ങളെ പറ്റിച്ചേ. വല്ലാണ്ട് പറ്റിക്കല്ലേ, തിരിച്ചുകൊണ്ട് വാ. ഓക്കെ, ഞാനിപ്പോൾ അടക്കും. എൻ്റെ അനു, നിനക്ക് എത്രയൊക്കെ പവർ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, അമ്മൻ്റെ ഫേസ് കട്ട കൽപ്പിലാണല്ലോ. അമ്മ എനിക്കിപ്പോ നമ്മളൊന്നും പറ്റൂലല്ലോ. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ വിളിച്ചാ വന്ന് എന്നെ കാണാനും കൂടി ഒന്നും ഇല്ലല്ലോ. എൻ്റെ പൊന്നമ്മ, ഞാൻ വന്നപാട് നെഗറ്റീവ് അടിക്കല്ലേ. എൻ്റെ ഫ്രണ്ടിന് ഒരു സർപ്രൈസ് കൊടുക്കണ്ടായിരുന്നു, ആ കാര്യം കൊണ്ട് മാത്രം. പിന്നെ ഇന്ന് വരാൻ പറ്റൂല എന്ന് പറഞ്ഞത്, ഇന്ന് തന്നെ ഞാൻ എന്തായാലും പോകേണ്ടി വരും. എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നേരത്ത് വന്നിട്ട് പെട്ടെന്ന് പോകേണ്ടത് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വരൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളെ സങ്കടം കൊണ്ട് വന്നതല്ലേ, നിങ്ങൾ വന്നപാട് ഇങ്ങനെ പറയല്ലേ. ഏത് ഫ്രണ്ടിനാണ് സർപ്രൈസ് കൊടുക്കാൻ പോയത്? അതിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. സ്റ്റുഡന്റ് ഒക്കെയാണ് എന്റെ ഫ്രണ്ട്സ്. എന്താ സ്റ്റുഡൻറ്റിന് ഫ്രണ്ട്സ് ആയിക്കൂടെ? ആവാൻ പറ്റായൊന്നില്ല. പിന്നെന്താ? പിന്നെ ഒന്നുമില്ല, അകത്തേക്ക് കേറ്. പിന്നെ അമ്മ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരെ. ആ ചെല്ല്. ഇങ്ങോട്ട് പോര്. ആള് ബാത്റൂമിൽ കാണാൻ പോയത്. അങ്ങോട്ടേക്ക് തന്നെ. എന്നാ ഞാനും പോട്ടെ. ഒരടി അതൊന്നും ഇപ്പൊ വേണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ആദ്യം നീ ഒന്ന് അവനൊന്ന് വളക്കാൻ നോക്ക്, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അമ്മായി എന്താ ഇങ്ങനെ ഇംപ്രസ് ചെയ്യണ്ടേക്ക്? വേണ്ട, ഇംപ്രസണ്ട. അവ അങ്ങോട്ട് വന്നിട്ടില്ല, ഇംപ്രസ് ഒക്കെ മതി. ചിലപ്പോ അവനക്ക് എന്നെ ഇഷ്ടാവില്ല, അവനെ എന്റെ സിസ്റ്റർ ആയിട്ടേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടേക്കാം. അമ്മായി നിങ്ങളൊന്ന് അവനോട് ചോദിച്ചു നോക്കൂ, കല്യാണമൊക്കെ ഒന്ന് വേണ്ടേന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറയാ നല്ലൊരു കുട്ടിയുണ്ട്, നല്ലൊരു ആലോചനയാണ് എന്നിട്ട് എന്റെ പേരാണ്ട് പറയാം. അപ്പൊ ചിലപ്പോ സമ്മതിക്കും. അതൊക്കെ ഞാൻ ചോദിച്ചോക്കാം. പിന്നെ അവനക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ ആ ഭാഗത്തേക്കേ പോകണ്ട. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. അവനക്ക് ഒറ്റൊരു വാക്കേ ഉള്ളൂ, അത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാലല്ലേ. എന്നാലും സൂക്ഷിച്ചോ, ചിലപ്പോ ബോധക്കൊക്കെ കിട്ടിയെന്ന് വരും. നിങ്ങളെന്തൊരു നെഗറ്റീവാണ്, എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ വളച്ചോളാം. നീയേറ്റന്റെ മരുമോളായി വന്നാലും നീ എന്നെ ഇറക്കേറ്റുമല്ലോ. അതൊന്നും സാരല്ല, ഞാനല്ലേ.